കേരള പ്രവാസി പെൻഷൻ സ്കീം സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുന്ന വീഡിയോയുടെ 4ാമത്തെ പാർട്ടാണിത്. നിങ്ങൾ ആദ്യത്തെ 3 പാർട്ടുകളും കണ്ടു കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ആ വീഡിയോകൾ കണ്ടിട്ടില്ല എങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ പ്ലേ ലിസ്റ്റിൽ പ്രവാസികൾ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോകളുടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതുപയോഗിച്ച് ആ വീഡിയോകൾ കാണുവാനായിട്ട് ശ്രമിക്കുക. പ്രവാസികളുമായി റിലേറ്റഡ് ആയിട്ടുള്ള 100 കണക്കിന് വീഡിയോകൾ നമ്മുടെ യൂട്യൂബ് ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. പ്രവാസി ഡിവിഡൻഡ് സ്കീം, പ്രവാസി പെൻഷൻ സ്കീം, പ്രവാസികളുടെ ടാക്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, മറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇതേപോലെ ഒട്ടനവധി കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന വീഡിയോകൾ നമ്മുടെ യൂട്യൂബ് ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ യൂട്യൂബ് ചാനലിന് ഉപരിയായിട്ട് കേരള പ്രവാസി കമ്മ്യൂണിറ്റി ഫോറം എന്ന് പറഞ്ഞ് 3 വാട്സപ്പ് ഗ്രൂപ്പുകളും പ്രവർത്തിക്കുന്നുണ്ട്. ഈ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് പ്രവാസി പെൻഷൻ സ്കീം, പ്രവാസി ഡിവിഡൻഡ് സ്കീം, അതേപോലെ പ്രവാസികളുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഒട്ടനവധി കാര്യങ്ങൾ ആ ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള വ്യക്തികളാണെങ്കിൽ ഒന്ന് വാട്സപ്പ് നമ്പറിലേക്ക് ഒരു റിക്വസ്റ്റ് അയയ്ക്കുക. ഈ യൂട്യൂബ് ചാനലിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്ന ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോകൾ മറ്റു പ്രവാസി സുഹൃത്തുക്കളിൽ എത്തുന്നതിന് ചാനൽ ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യുക. ഇന്നത്തെ 3 വീഡിയോകളിൽ വളരെ വ്യക്തമായിട്ട് നമ്മൾ പ്രവാസി സ്കീമിനെ കുറിച്ചും എങ്ങനെയാണ് പ്രവാസി സ്കീമിൽ ഓൺലൈനായിട്ട് രജിസ്റ്റർ ചെയ്യുന്നതിന് ഒരു യൂസർ ID പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുന്നത്, ഈ വീഡിയോയിൽ ലൈവ് ഡെമോയുടെ സഹായത്തോടു കൂടി നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് മാസത്തിൽ അല്ലെങ്കിൽ വർഷത്തിലൊരിക്കൽ അംശാദായം അടയ്ക്കുന്നത്, എങ്ങനെയാണ് പെനാലിറ്റി നിങ്ങൾ വരുത്തിയിട്ടുണ്ടെങ്കിൽ ആ പെനാലിറ്റി അടയ്ക്കുന്നത്, അതോടൊപ്പം തന്നെ നിങ്ങളുടെ മൊബൈൽ നമ്പർ എങ്ങനെ ചേഞ്ച് ചെയ്യാം, അഡ്രസ്സ് എങ്ങനെ ചേഞ്ച് ചെയ്യാം, നോമിനിയെ എങ്ങനെ ചേഞ്ച് ചെയ്യാം, നിങ്ങൾക്ക് എലിജിബിളായിട്ടുള്ള ഒരുപാട് ബെനിഫിറ്റുകൾ നൽകുന്നുണ്ട്. മാരേജ് അസിസ്റ്റൻസ് നൽകുന്നുണ്ട്, മെഡിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള ഫൈനാൻഷ്യൽ അസിസ്റ്റൻസ് നൽകുന്നുണ്ട്, ഇൻവാലിഡ് പെൻഷൻ നൽകുന്നുണ്ട്, എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഗ്രാൻഡ് നൽകുന്നുണ്ട്. ഈ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഓൺലൈനായിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുക, അതോടൊപ്പം തന്നെ 60 വയസ്സ് നിങ്ങൾക്ക് തികയുമ്പോൾ അല്ലെങ്കിൽ പെൻഷന് എലിജിബിലിറ്റി ആകുമ്പോൾ എങ്ങനെയാണ് പെൻഷൻ അപ്ലൈ ചെയ്യുന്നത്, ഇതേപോലെ ഉള്ള ഒരുപാട് കാര്യങ്ങളാണ് ലൈവ് ഡെമോയുടെ സഹായത്തോടു കൂടി ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഈ പ്രസൻറ്റേഷൻ ഒന്ന് കണ്ടു നോക്കൂ. നിങ്ങൾ ഓൾറെഡി രജിസ്റ്റർ ചെയ്ത് നിങ്ങൾ അംശാദായം അടയ്ക്കുന്ന വ്യക്തികളാണെങ്കിൽ പല സമയങ്ങളിലും നമ്മൾ അംശാദായം അടയ്ക്കുന്നതിൻ്റെ ഇടയിലും അതോടൊപ്പം തന്നെ പെൻഷന് അപ്ലൈ ചെയ്യുന്ന സമയത്തിനിടയിലും നമുക്ക് പല സർവീസുകളും ആവശ്യമുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഓപ്ഷനിൽ പോവുക. യൂസർ ഐഡിയും പാസ്വേഡും ഉള്ളവർ അവർ യൂസർ ഐഡിയും പാസ്വേഡും ഉപയോഗിച്ചിട്ട് ലോഗിൻ ചെയ്യുക. നിങ്ങൾ ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ ഈ പേജിലേക്ക് വരും. നിങ്ങളുടെ സ്റ്റാറ്റസ് രജിസ്റ്റേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ അക്കൗണ്ട് ആക്റ്റീവ് ആണെന്നാണ് അതിൻ്റെ അർത്ഥം. ഇവിടെ പ്രൊഫൈൽ മെമ്പർഷിപ്പ് ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പേര്, അഡ്രസ്സ്, അതേപോലെയുള്ള ഡീറ്റെയിൽസ് എല്ലാം കിട്ടും. നിങ്ങൾ സബ്മിറ്റ് ചെയ്ത ആപ്ലിക്കേഷൻ്റെ ഒരു പ്രിൻ്റ് ഔട്ട് വേണമെങ്കിൽ പ്രിൻ്റ് ആപ്ലിക്കേഷനിൽ ക്ലിക്ക് ചെയ്താൽ മതി. അംശാദായം അടച്ചിരിക്കുന്ന കാർഡാണ് ആവശ്യമെങ്കിൽ ഇതിൽ ക്ലിക്ക് ചെയ്യുക. പ്രവാസി പെൻഷൻ സ്കീമിൻ്റെ ID കാർഡാണ് വേണമെങ്കിൽ ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. നോമിനിയെ ചേഞ്ച് ചെയ്യണമെങ്കിൽ ഓപ്ഷൻ ഉണ്ട്. ഓൺലൈനായിട്ട് നിങ്ങൾക്ക് അംശാദായം അടയ്ക്കുന്നതിനുള്ള ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. മെമ്പർഷിപ്പ് ഡീറ്റെയിൽസ് ചേഞ്ച് എന്ന് പറയുന്നത് നിങ്ങളുടെ അഡ്രസ്സിലുള്ള ചേഞ്ച് ആണ്. അഡ്രസ്സിൽ ചേഞ്ച് വന്നിട്ടുണ്ട്, ഈ ഓപ്ഷൻ അനുസരിച്ച് മാറ്റാം. ഡേറ്റ് ഓഫ് ബർത്തിൽ ചേഞ്ച് വന്നിട്ടുണ്ടെങ്കിൽ ഈ ഓപ്ഷൻ അനുസരിച്ച് ഡേറ്റ് ഓഫ് ബർത്ത് ചേഞ്ച് ചെയ്യാം. സബ്സ്ക്രിപ്ഷനും പെനാലിറ്റിയും കൊടുക്കണമെങ്കിൽ ഈ ഓപ്ഷൻ അനുസരിച്ച് ഓൺലൈനായിട്ട് നിങ്ങൾക്ക് സബ്സ്ക്രിപ്ഷനും പെനാലിറ്റിയും കൊടുക്കാം. സ്കീം എന്ന് പറഞ്ഞ ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൽ 3 സബ് ഓപ്ഷൻ വരും. ഒന്ന് നമുക്ക് പെൻഷൻ അപ്ലൈ ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ, 2 നമുക്ക് ഫൈനാൻഷ്യൽ ആയിട്ടുള്ള എന്തെങ്കിലും അസിസ്റ്റൻസിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യണമെങ്കിൽ അതിനുള്ള ഓപ്ഷൻസ് വരും. ഹൗസിംഗ് സബ്സിഡി സ്കീം എന്ന് പറഞ്ഞൊരു സ്കീമുണ്ട്, അതിന് ആപ്ലിക്കേഷൻ കൊടുക്കാനായിട്ടുള്ള ഓപ്ഷൻ ഇതാണ്. കാറ്റഗറി ചേഞ്ച് എന്ന് പറഞ്ഞാൽ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ പ്രവാസിയായിരുന്നു, അത് കഴിഞ്ഞ് കുറേ നാൾ കഴിഞ്ഞ് നിങ്ങൾ തിരിച്ച് ഇന്ത്യയിലേക്ക് വന്നെങ്കിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് കാറ്റഗറി ചേഞ്ച് ചെയ്യാം. അതേപോലെ തന്നെ നിങ്ങൾ ഇതിന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് തിരിച്ചു വന്ന പ്രവാസിയാണ്, പിന്നെയും നിങ്ങൾ തിരിച്ച് ജോലിക്കായി വിദേശത്തേക്ക് പോവുകയാണെങ്കിൽ അവിടെയും തിരിച്ച് നിങ്ങൾക്ക് കാറ്റഗറി ചേഞ്ച് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. അത് വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി, നമുക്ക് ബെനിഫിഷ്യൽ ആണെങ്കിൽ മാത്രം ചെയ്താൽ മതി. മിസ്സിംഗ് ചെല്ലാൻ അപ്ഡേഷൻ എന്ന് പറയുന്നത് നിങ്ങൾ ബാങ്കുകളിലോ മറ്റോ ചെല്ലാൻ ഉപയോഗിച്ച് അംശാദായം അടച്ചു, പക്ഷെ അത് വെൽഫെയർ ബോർഡിന്റെ റെക്കോർഡുകളിൽ വന്നിട്ടില്ല എങ്കിൽ അത് റെഗുലറൈസ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷനാണിത്. നോമിനി ഡീറ്റെയിൽസ് ചേഞ്ച് ചെയ്യണമെങ്കിൽ ആ ഓപ്ഷനിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതേപോലത്തെ ഒരു സ്ക്രീൻ വരും. നോമിനിയുടെ വിവരങ്ങൾ ഏതെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ
വിവരങ്ങളെല്ലാം നൽകി രേഖകളും അപ്ലോഡ് ചെയ്ത ശേഷം സേവ് ബട്ടൺ പ്രസ് ചെയ്യുക എന്നാണ് പറയുന്നത്. ഇതിൽ കൂടുതൽ ആളുകളെ നോമിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യത്തെ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തതുപോലെ തന്നെ നിങ്ങളിവിടെ പെർസെൻറ്റേജ് കറക്റ്റായിട്ട് എഴുതാനായിട്ട് വിട്ടുപോയാൽ നിങ്ങൾക്ക് സേവ് ചെയ്യാൻ പറ്റില്ല. നിങ്ങളുടെ വൈഫിന് 50%, കുട്ടിക്ക് 50% ആണെങ്കിൽ 50-50 ഇത് രണ്ടും കൂടി കൂട്ടി വരുമ്പോൾ 100 വരണം. ഓൺലൈൻ പേയ്മെന്റ് സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുന്നതിനുള്ള പ്രൊവിഷനാണിത്. അത് മെമ്പർഷിപ്പ് ഡീറ്റെയിൽസ് ചേഞ്ചിൽ നമുക്ക് നെയിം ചേഞ്ച് ചെയ്യാം, ഗാർഡിയന്റെ പേര് ചേഞ്ച് ചെയ്യാം, കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ് ചേഞ്ച് ചെയ്യാം. ബർത്ത് ചേഞ്ചിനുള്ള ഓപ്ഷനാണ് ഇവിടെ കാണിക്കുന്നത്. ഡേറ്റ് ഓഫ് ബർത്ത് കറക്റ്റ് ആയിട്ടുള്ള ഡേറ്റ് ഓഫ് ബർത്ത് ഇവിടെ എൻ്റർ ചെയ്യാം. അതിന് സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ഡോക്യുമെന്റ് നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ട് വരും. ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ സ്കീം എന്ന് പറയുന്ന ഓപ്ഷനിൽ 3 സബ് ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന് ഫൈനാൻഷ്യൽ അസിസ്റ്റൻസ്, 2 നമ്മൾ പെൻഷന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുന്നത്, 3 ഇൻവാലിഡ് പെൻഷൻ. ഏതെങ്കിലും ഫൈനാൻഷ്യൽ അസിസ്റ്റൻസിന് വേണ്ടിയിട്ടാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ നമുക്ക് സാധാരണയായിട്ട് പ്രവാസികൾക്ക് സാധാരണയായിട്ട് കിട്ടുന്ന ഫൈനാൻഷ്യൽ അസിസ്റ്റൻസ് എന്ന് പറയുന്നത് മാരേജ് അസിസ്റ്റൻസ്. പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള മാരേജ് അസിസ്റ്റൻസ് അതൊരു 10,000 രൂപ ഓരോ കുട്ടിക്കും ലഭിക്കും, മാക്സിമം 2 പെൺകുട്ടികൾക്ക്. അതിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ഇതാണ്. എന്തെങ്കിലും ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് 50,000 രൂപ വരെയും ഉള്ള അസിസ്റ്റൻസ് ലഭിക്കും, അതിനുള്ള ഓപ്ഷനാണിത്. മെറ്റേണിറ്റി അസിസ്റ്റൻസും നമുക്കൊരു ഫൈനാൻഷ്യൽ ഹെൽപ്പ് ലഭിക്കും, അതിനുള്ള ഓപ്ഷനാണിത്. എഡ്യൂക്കേഷണൽ ഗ്രാൻഡ്, നിങ്ങളുടെ കുട്ടികൾ പ്രൊഫഷണൽ കോഴ്സിനും മറ്റും പഠിക്കുന്നുണ്ടെങ്കിൽ എഞ്ചിനീയറിംഗ്, മെഡിസിൻ ഇതേപോലെയുള്ള പ്രൊഫഷണൽ കോഴ്സിൽ കേരള ഗവൺമെന്റിന്റെ കീഴിലുള്ള കോളേജുകളിൽ എൻട്രൻസ് മുഖാന്തരം അഡ്മിഷൻ കിട്ടി പഠിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു ഗ്രാൻഡിന് എലിജിബിലിറ്റി ഉണ്ട്. ഇത് വലിയ എമൗണ്ട് ഒന്നും ഇല്ല കേട്ടോ. 1000 രൂപ മുതൽ 3000 രൂപ വരെയാണ് ഈ ഗ്രാൻഡ് ലഭിക്കുകയുള്ളൂ. വലിയ എമൗണ്ട് ഒന്നും ഇതിൽ ലഭിക്കുകയില്ല. മാരേജ് അസിസ്റ്റൻസ്, വിവാഹ ധനസഹായം 10,000 രൂപയാണ്. അതിന് എന്തൊക്കെയാണ് ഡോക്യുമെന്റ്സ് സബ്മിറ്റ് ചെയ്യേണ്ടതെന്ന് ഇതിനകത്ത് പറയുന്നുണ്ട്. ഇൻവിറ്റേഷൻ കാർഡിന്റെ കോപ്പി, വിവാഹം രജിസ്റ്റർ ചെയ്തതിന്റെ പ്രൂഫ്, പിന്നെ ഫോട്ടോ, ഈ കാര്യങ്ങളെല്ലാം അപ്ലോഡ് ചെയ്യണം. വിവാഹം കഴിഞ്ഞ് 3 മാസത്തിന് ഉള്ളിൽ ഇത് അപ്ലൈ ചെയ്തിരിക്കണം. ഈ ഫൈനാൻഷ്യൽ അസിസ്റ്റൻസ് എല്ലാം കിട്ടാനായിട്ടുള്ള ഒരു ക്രൈറ്റീരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ 60 വയസ്സിന് താഴെയുള്ള ആളോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പെൻഷൻ എലിജിബിലിറ്റി ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെൻഷൻ കിട്ടി തുടങ്ങിയാൽ ഇതേപോലെയുള്ള അസിസ്റ്റൻസ് ഒന്നും ലഭിക്കുകയില്ല. അതോടൊപ്പം തന്നെ ഇതേപോലെയുള്ള ഫൈനാൻഷ്യൽ അസിസ്റ്റൻസ് ലഭിക്കണമെങ്കിൽ നിങ്ങൾ ഈ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ അംശാദായം കംപ്ലീറ്റ് ആയിട്ട് അടച്ചിരിക്കണം. പെൻഡിങ് എമൗണ്ട് ഒന്നും ഉണ്ടായിരിക്കരുത്. നിങ്ങളുടെ അക്കൗണ്ട് ആക്റ്റീവ് ആയിരിക്കണം. ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് ഒരു 50,000 രൂപ വരെയുള്ള അസിസ്റ്റൻസ് ലഭിക്കും. ഈ ട്രീറ്റ്മെന്റ് എടുക്കുന്നതിന് അപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റലിന്റെ ലിസ്റ്റും കൊടുത്തിട്ടുണ്ട്. അവിടെയൊക്കെ ട്രീറ്റ്മെന്റ് എടുത്തു കഴിഞ്ഞാൽ 50,000 രൂപ വരെ എന്നാണ് പറയുന്നത്. നിങ്ങളിപ്പം 2 ലക്ഷം രൂപ ഒരു ട്രീറ്റ്മെന്റിന് ചെലവാക്കി ആ ബില്ല് സബ്മിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് 50,000 രൂപ കിട്ടണമെന്നില്ല. അത് അവരുടെ സ്ക്രൂട്ടിനിക്ക് ശേഷം അതിൽ എലിജിബിൾ ആയിട്ടുള്ള എമൗണ്ട് എത്രയാണോ അതായിരിക്കും അതിൽ കിട്ടുക. മെറ്റേണിറ്റി അസിസ്റ്റൻസിന്റെ കാര്യമാണ് പറയുന്നത്. ഇതിൽ പറയുന്നത് പ്രസവം കഴിഞ്ഞ് 3 മാസത്തിനകം ഇതിന് അപ്ലൈ ചെയ്യണമെന്നാണ് പറയുന്നത്. എഡ്യൂക്കേഷൻ ഗ്രാൻഡിന്റെ കാര്യം ഞാൻ പറഞ്ഞു. വലിയ എമൗണ്ട് ഒന്നും കിട്ടില്ല. 1000 മുതൽ 3000 രൂപ വരെയാണ് എഡ്യൂക്കേഷനുള്ള ഗ്രാൻഡ് ലഭിക്കുന്നത്. അത് പ്രൊഫഷണൽ കോഴ്സിന് കേരള ഗവൺമെന്റിന്റെ കീഴിലുള്ള കോളേജുകളിൽ എൻട്രൻസ് മുഖാന്തരം അഡ്മിഷൻ കിട്ടിയിരിക്കുന്ന കുട്ടികൾക്കാണ് ഈ ഗ്രാൻഡ് ലഭിക്കുക. പെൻഷൻ അപ്ലൈ ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ കൊടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കുറച്ച് ഡോക്യുമെന്റ്സ് അതിന് സബ്മിറ്റ് ചെയ്യണം. നിങ്ങൾ 60 വയസ്സ് കഴിഞ്ഞ വ്യക്തിയാണ്, അതോടൊപ്പം 5 വർഷം മിനിമം അംശാദായം അടച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെൻഷന് എലിജിബിലിറ്റി ഉണ്ട്. 58 വയസ്സിൽ ചേരുന്ന ഒരു വ്യക്തിയാണെങ്കിൽ 63 വയസ്സിലാണ് അവർക്ക് പെൻഷൻ എലിജിബിലിറ്റി ഉള്ളൂ. പെൻഷന് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തിന് പ്രൂഫ് കൊടുക്കണം. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ബാങ്ക് പാസ്ബുക്കിന്റെ കോപ്പി കൊടുക്കണം. ബാങ്ക് പാസ്ബുക്കിലും പ്രവാസി വെൽഫെയർ ബോർഡിലും രജിസ്റ്റർ ചെയ്തിരിക്കുന്ന പേര് ഒരേപോലെ ആയിരിക്കണം. ഇതിൽ രണ്ടിലും ഏതെങ്കിലും ഡിഫറൻസ് ഉണ്ടെങ്കിൽ വില്ലേജ് ഓഫീസറിന്റെ കയ്യിൽ നിന്ന് 1 and the same സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞ് ഒരു സർട്ടിഫിക്കറ്റ് കൂടി വാങ്ങി സബ്മിറ്റ് ചെയ്യണം. ഇതിന്റെ ഒപ്പ് ഒരു വൈറ്റ് പേപ്പറിൽ നിങ്ങൾ സൈൻ ചെയ്തിട്ട് അത് സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യണം. 6 മാസത്തിനുള്ളിൽ എടുത്ത ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്യണം. ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഡോക്യുമെന്റുകളെല്ലാം സെൽഫ് അറ്റസ്റ്റ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യുക, അല്ലെങ്കിൽ ഇത് റിജക്റ്റ് ചെയ്യാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ഡോക്യുമെന്റ് എന്ന് പറയുന്നത് അപേക്ഷകന്റെ നോമിനി ആയിട്ട് നിങ്ങളുടെ വൈഫിനാണ് പെൻഷൻ ലഭിക്കുന്നതിനുള്ള പ്രയോറിറ്റിയിൽ വരുന്നത്. അപ്പം ആരാണ് നോമിനി അവരുടെ കയ്യിൽ നിന്നൊരു സമ്മതപത്രം, ആ സമ്മതപത്രത്തിന്റെ കോപ്പി നോമിനിയുടെ കയ്യിൽ നിന്നൊരു സമ്മതപത്രം കൂടി സൈൻ ചെയ്ത് അപേക്ഷയോട് കൊടുത്തിട്ട് സമർപ്പിക്കണം. ഇതാണ് ആ സമ്മതപത്രത്തിന്റെ കോപ്പി. പിന്നെ ഇൻവാലിഡ് പെൻഷൻ എന്ന് പറഞ്ഞ് വേറൊരു ഓപ്ഷൻ ഉണ്ട്. 3 വർഷം റെഗുലർ ആയിട്ട് അംശാദായം അടച്ചു, നിങ്ങൾക്ക് ആക്സിഡന്റ് മുഖാന്തരം അല്ലെങ്കിൽ മറ്റേതെങ്കിലും
രോഗങ്ങൾ മുഖാന്തരമോ നിങ്ങൾക്ക് ഫർദറായിട്ട് അംശാദായം അടയ്ക്കാൻ പറ്റുന്നില്ല എങ്കിൽ അവശത പെൻഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഇതിൻ്റെ അകത്തുണ്ട്. അതിനും അപ്ലൈ ചെയ്യാം. അതിനും നോമിനിയുടെ ഒരു സമ്മതപത്രം ആവശ്യമുണ്ട്. ഈ ഫോർമാറ്റിലാണ് ആ സമ്മതപത്രം സമർപ്പിക്കേണ്ടത്. കാറ്റഗറി ചേഞ്ച് ചെയ്യുന്നതിൻ്റെ കാര്യങ്ങൾ എന്താണെന്ന് ഇതിൽ വിശദീകരിക്കുന്നുണ്ട്. 30 വയസ്സ് കഴിഞ്ഞ് പെൻഷൻ വാങ്ങുന്ന ഒരു വ്യക്തിയാണെങ്കിൽ മസ്റ്ററിങ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഓഗസ്റ്റ് ഫസ്റ്റ് വീക്കിൽ പ്രവാസി വെൽഫെയർ ബോർഡ് ഇഷ്യൂ ചെയ്ത ഒരു സർക്കുലറിന്റെ ബേസിസിൽ ഡിസംബർ 2024 വരെ പെൻഷൻ വാങ്ങുന്ന വ്യക്തികൾ 2025 ഫെബ്രുവരിക്ക് മുന്നേ ആയിട്ട് ഏതെങ്കിലും അക്ഷയ സെന്ററിൽ പോയി നിങ്ങളുടെ ആധാർ ബേസ്ഡ് ആയിട്ടുള്ള മസ്റ്ററിങ് ചെയ്യണം. നിങ്ങൾ നേരിട്ട് ഹാജരായി നിങ്ങളുടെ ഫിംഗർ പ്രിന്റോ കണ്ണിന്റെ ഇമേജോ ഇതിന്റെ ബേസിസിൽ നിങ്ങൾ മസ്റ്ററിങ് കംപ്ലീറ്റ് ചെയ്താലാണ് ഫസ്റ്റ് മാർച്ച് 2025 മുതൽ നിങ്ങൾക്ക് പെൻഷൻ ലഭിക്കുകയുള്ളൂ. പക്ഷെ നോൺ റെസിഡന്റ് ഇന്ത്യൻസിനെ സംബന്ധിച്ചിടത്തോളം ആധാർ കാർഡ് നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമല്ല. എങ്ങനെയാണ് ഗവൺമെന്റ് ഇതിനൊരു സൊല്യൂഷൻ കൊടുക്കുന്നതെന്ന് എനിക്കറിയില്ല. കാരണം വിദേശത്ത് താമസിക്കുന്ന ഒരു പ്രവാസി അതോടൊപ്പം പെൻഷൻ വാങ്ങിക്കുന്ന ഒരു പ്രവാസി മസ്റ്ററിങ്ങിന്റെ പർപ്പസിന് വേണ്ടിയിട്ട് മാത്രം കേരളത്തിൽ വന്നു പോവുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യങ്ങളാണ്. ഇതിന് എന്തെങ്കിലും ഒരു ഇളവ് ലഭിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എങ്ങനെയാണ് മസ്റ്ററിങ് ചെയ്യേണ്ടത് ഇതിനെക്കുറിച്ച് പ്രത്യേകമായിട്ടൊരു വീഡിയോ ഞാൻ പ്രിപ്പയർ ചെയ്ത് പോസ്റ്റ് ചെയ്യുന്നതാണ്. കഴിഞ്ഞ 4 വീഡിയോകളിലായി എങ്ങനെയാണ് ഒരു വ്യക്തിക്ക് മറ്റൊരാളുടെ സഹായം കൂടാതെ അല്ലെങ്കിൽ മറ്റൊരു പ്രവാസി റിലേറ്റഡ് ആയിട്ടുള്ള സർവീസ് സെൻ്ററുകളുടെ സഹായം അല്ലെങ്കിൽ അക്ഷയ സെൻ്ററുകളുടെ സഹായം കൂടാതെ ഓൺലൈനായിട്ട് പ്രവാസി വെൽഫെയർ ബോർഡിൽ പെൻഷന് വേണ്ടിയിട്ട് രജിസ്റ്റർ ചെയ്യാനും അതോടൊപ്പം തന്നെ രജിസ്ട്രേഷന് ശേഷം അംശാദായം അടയ്ക്കുവാനും നിങ്ങൾക്ക് പെൻഷന് എലിജിബിൾ ആകുന്ന സമയത്ത് പെൻഷൻ അപ്ലൈ ചെയ്യുവാനും നിങ്ങൾക്ക് എലിജിബിൾ ആയിട്ടുള്ള ഏതെങ്കിലും ഫൈനാൻഷ്യൽ അസിസ്റ്റൻസ് ഉണ്ടെങ്കിൽ അതിനു വേണ്ടിയിട്ട് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത്, ഈ കാര്യങ്ങളെല്ലാം വളരെ വ്യക്തമായിട്ട് ലൈവ് ഡെമോയുടെ സഹായത്തോടു കൂടി എക്സ്പ്ലെയിൻ ചെയ്തു. കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഏതെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. അതോടൊപ്പം തന്നെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പായ കേരള പ്രവാസി കമ്മ്യൂണിറ്റി ഫോറത്തിൽ ജോയിൻ ചെയ്ത് നിങ്ങൾക്കുള്ള സംശയങ്ങളും നിർദ്ദേശങ്ങളും അവിടെ ഡിസ്കസ് ചെയ്യാം. നമ്മുടെ ഈ പ്രവാസി കമ്മ്യൂണിറ്റി വാട്സപ്പ് ഗ്രൂപ്പിൽ ആയിരക്കണക്കിന് പ്രവാസികൾ മെമ്പേഴ്സായിട്ടുണ്ട്. ഇവരുടെ സംശയങ്ങൾക്ക് യഥാസമയം കൃത്യമായിട്ടുള്ള മറുപടികളും നൽകുന്നുണ്ട്. ഇതേപോലെ ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോകൾ യഥാസമയം നിങ്ങളിൽ എത്തണമെങ്കിൽ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ യൂസ്ഫുൾ എന്ന് തോന്നിയാൽ ഇത് മറ്റുള്ള പ്രവാസി സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക. ഇതേപോലെ യൂസ്ഫുള്ളും ഇൻഫർമേറ്റീവുമായിട്ടുള്ള മറ്റൊരു വീഡിയോയുമായിട്ട് മറ്റൊരവസരത്തിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.